ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചുമയും ജലദോഷം എല്ലാം പിടിച്ചിട്ടുണ്ട്. മാസത്തിൽ 2 തവണ കുളിച്ചാൽ എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർജി. പക്ഷെ അതൊന്നും നമുക്കൊരു കുഴപ്പമില്ല. നമ്മ എന്നാലും വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മ ഇന്നൊരു തേങ്ങയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ തേങ്ങ, അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയാണ്. നമ്മ ഇന്ന് ചിരട്ട വെച്ചിട്ട് അക്കേറി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ തേങ്ങയിൽ നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമില്ല. 2 സൈഡും ഒഴിവാക്കിയിട്ട് ഈ സെൻറ്റർ പോർഷൻ ഒരു വള പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് കുത്തുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിലും കത്തി കൊണ്ട് കൊത്തി അത്ര വൃത്തിയിൽ കിട്ടൂല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ബ്ലേഡിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങയുടെ വെള്ളം ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. എന്നാലേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റൂലൂ. ഇത് കറക്റ്റ് ലെവലിൽ മുറിയിലല്ല. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇതിന്റെ 2 സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ എഡ്ജ് അത്ര ലെവലായിട്ട് കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലെവലുള്ള സ്ഥലത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു സാൻഡ് പേപ്പറിൽ ഇങ്ങനെ ഒരതിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വരുമ്പം ഇതിൽ അടിയ സൈഡ് ലെവലുള്ളത് കൊണ്ട് തന്നെ ഈ ചിരട്ടി നമുക്ക് ലെവലായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ 2 സൈഡ് ലെവലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡ് വരുത്തി ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിലെ ഈ ചേരി അതെല്ലാം നമുക്ക് ഈ നാരും എല്ലാം കളഞ്ഞിട്ട് നമുക്ക് നീറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അത് ഇതിൽ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആക്കിയിട്ടില്ല നമ്മൾ. കാരണം നമ്മൾ ഇതിൻ്റെ പുറത്ത് വേറൊരു പരിപാടി കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യണം. കാരണം നമുക്ക് ഇതിലെ കൂടി മീൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസ് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഇതിനൊരു ബേസ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്നുള്ള പ്ലാനാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വെറുതെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കിനി ഇത് ഇങ്ങനെ ഈ തരത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഒരതി ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കുറച്ച് ഒരതിയിട്ട് കുറച്ച് ലെവലാക്കിയാൽ ഇത് തമ്മിൽ ചേരുമല്ലോ. നമുക്കത് ലെവലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഒരതി എടുത്തിട്ടുണ്ട്. അത് നമുക്കത് ഇത്തരത്തിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം പണിപ്പെട്ട് കിട്ടും. നിങ്ങൾക്ക് ഉപ്പായെല്ലാം വേർത്തിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൽ വെള്ളം നിറക്കേണ്ട സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഗ്ലാസ് ഷീറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മൾ ഗ്ലാസിൻ്റെ. അപ്പോൾ അത് ഈ 2 സൈഡിലായിട്ട് എംസീലിൻ്റെ സഹായത്തിൽ ഒട്ടിച്ചെടുക്കാമെന്നാണ് പ്ലാൻ ഇട്ടത്. നമുക്കത് വർക്കാവുമോ അല്ല ലീക്കാവുമോ എന്നൊന്നും ഇപ്പോൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ള ഷീറ്റ്. A4 സൈസ് ഷീറ്റാണ്. ഇനി 4 രൂപയാണ് വില വരുന്നത് ടോപ്പിലായിട്ട്. അപ്പോൾ നമുക്ക് ചിരട്ട ഇതിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എംസിയിൽ മിക്സ് ആക്കി എടുക്കാം. ഇത് അളവ് വെച്ചാൽ 2 ഒരേ അളവിലെടുത്താൽ മതി. 1:1. അപ്പോൾ നമ്മളിത് എംസിയിലിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് വെള്ളം നിറക്കാം. മ്യൂസിക്. അപ്പോൾ ഇത് ചെറിയ ലീക്കലുണ്ട്. 1-2 സ്ഥലത്ത് മറ്റുണ്ട്. എന്നാൽ പിന്നെ ഈ എംസിയിൽ നമ്മ തേച്ചത് കണ്ടാലൊരു വൃത്തിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ പുട്ടി മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ വട്ടത്തിൽ വെച്ച് കൊടുക്കാം. അത് വൃത്തിയാകും. അതിലെ ചെറിയ ലീക്കെല്ലാം അടഞ്ഞും കിട്ടും. ഗായ്സ്, അപ്പോൾ പുട്ടി ഇട്ടിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടാണ് ഇട്ടാ. 2 സൈഡും പുട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് വെള്ളം നിറച്ച് നോക്കാം. പുട്ടിയെല്ലാം ഇട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി അട്രാക്ഷൻ ആക്കാൻ കുറച്ച് പെയിൻറ്റും കൂടി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ് പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ഇതിൽ ഒട്ടിച്ചെടുക്കാം. മനസ്സിലാവും ഒരു പൊടി അത് മതി. നമുക്ക് അത്ര പോലെ ഷോട്ട് മതി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ അക്കേരത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇനി വെള്ളം നിറച്ച് നോക്കാം. നമ്മൾ അക്കേരത്തിൽ വെള്ളം കൂടി നിറച്ചിട്ടുണ്ട്. ഇനി മീനിട്ടേണ്ട പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു കിട്ടില്ല ഫൈറ്ററിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് ഇട്ട് നോക്കാം.
Settle down in the place of dreams. Float away in the scenery. Take a backpack of what you need. Let's explore the world we see. All the dangers have been made up. You believe. അപ്പോൾ നമ്മൾ അക്വേറിയത്തിന് പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.